ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. എനിക്ക് ഇന്ന് അഗെയിൻ ഒരു റീഡിംഗ് ആയിരുന്നുള്ളൂ. ഇന്നത്തെ നമുക്ക് റിലേഷൻഷിപ്പ് റീഡിംഗ് നോക്കാം. ഓക്കെ, ഇന്നത്തെ ചോദ്യം, നിങ്ങളൊരു പേഴ്സണിനെ കുറിച്ച് ഓർക്കുക. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഉള്ള ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ഓർക്കുക. അവരുടെ മുഖം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരിക. അവരെക്കുറിച്ച് പ്രോപ്പറായിട്ട് നിങ്ങൾ ആരെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നിങ്ങളുടെ മൈൻഡിൽ ഒരു ഫോക്കസ് വരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നിങ്ങളൊന്ന് ചിന്തിക്കാം. ഓക്കെ, എന്നിട്ട് അവരുടെ ശരിക്കും നിങ്ങളോടുള്ള ഇൻറ്റൻഷൻ എന്താണെന്ന് നോക്കാം. അവരുടെ ട്രൂ ഇൻറ്റൻഷൻ, അവരെന്താണ് റിലേഷൻഷിപ്പിൽ ആഗ്രഹിക്കുന്നത്, എന്താണ് റിലേഷൻഷിപ്പ് അവർക്ക് മുന്നോട്ട് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇൻറ്റൻഷൻ എന്താണ് അവരുടെ ഈ ബന്ധത്തിൽ, ശരിക്കും അവരുടെ മനസ്സിലുള്ള ആഗ്രഹം എന്നോ ഇൻറ്റൻഷൻ എന്നോ നമുക്ക് പറയാം. ഓക്കെ, നോക്കാം നമുക്ക്. ഓക്കെ, എന്താണ് യൂണിവേഴ്സ് നിങ്ങളോട് എന്താ കാണിച്ചു തരുന്നത് നോക്കാം. ചാരിയറ്റ്, 5 of Cups, Queen of Swords, Tower card, Death. Queen of Pentacles, 7 of Cups. Okay, Temperance. Okay, 4 of Cups, Hangman, Emperor, Justice. ഓക്കെ, ഇവിടെ സിറ്റുവേഷൻ എനിക്ക് കാണുന്നത് ആദ്യം പറയാം. യെസ്, അഗൈൻ 8 of Cups വീണ്ടും. ഓക്കെ, ഇവിടെ സിറ്റുവേഷൻ എനിക്ക് കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒരു മാരീഡ് പേഴ്സൺ, മാരീഡ് വ്യക്തി ആയിരിക്കാം. ഓക്കെ, ഓക്കെ, ഓൾറെഡി മാരീഡ് വ്യക്തി ആയിരിക്കാം. അവർ ഒന്നുമില്ലെങ്കിൽ ഡൈവേഴ്സി അങ്ങനത്തെ കാര്യങ്ങൾ വലുതും ആവാം. ചിലപ്പോൾ ഇപ്പോഴും മാരീഡ് തന്നെ ആയിരിക്കാം, അതും അങ്ങനെയും പറയാം. ഇവിടെ പക്ഷെ ഒരു മൂവ് ഓണിൻ്റെ ഒരു കാർഡ് ഉണ്ട്. ഇവിടെ 8 of Cups ബാക്ക് ഓഫ് ദ ബോട്ടം ഓഫ് ദ ഡെക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ചാരിയറ്റും ടവർ, ഡെത്ത് എല്ലാം ഉണ്ട്. സോ ആൻഡ് ഒരു നഷ്ടത്തിൻ്റെ ഒരു കാർഡ് കാണുന്നുണ്ട്, 5 of Cups. ഇവിടെ എനിക്ക് ഈ റോയിൽ വെച്ച് പ്രകാരം എനിക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഓൾറെഡി ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ എൻഡിങ് നടക്കുന്നുണ്ട് എന്ന് പറയാം. ഇപ്പം നടക്കുന്നുണ്ടാവാം, ഓൾറെഡി എൻഡിങ് ആയിരിക്കാം. ഓൾറെഡി ഡൈവേഴ്സി അങ്ങനെ വല്ലതും ആണെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു നഷ്ടം സംഭവിച്ചിട്ടുണ്ട്, ഒരു എൻഡിങ് സംഭവിച്ചിട്ടുണ്ട് അവരെ ലൈഫിൽ. പക്ഷേ ആ ഒരു സിറ്റുവേഷൻ അത് നല്ലൊരു സിറ്റുവേഷനൊന്നും ആയിരുന്നില്ല, സ്നേഹത്തോടെയുള്ള സിറ്റുവേഷൻ എന്ന് പറയാനൊന്നുമില്ല. അവർ ഹസ്ബൻഡ് ആയാലും വൈഫായാലും അവരങ്ങനെ നല്ലൊരു ബന്ധമൊന്നും ആയിരുന്നില്ല. ഓക്കെ, അത് അവരുടെ ലൈഫിൽ നിന്ന് ഓൾറെഡി കട്ടൗട്ടായിട്ട് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ പോകാൻ സാധ്യതയുണ്ട് എന്ന് പറയാം. രണ്ടും ഉണ്ട്. അവർ മൂവ് ഓൺ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതായിട്ട്, ഓൾറെഡി മൂവ് ഓൺ ആയിരിക്കാം, അല്ലെങ്കിൽ അവർ മൂവ് ഓൺ ചെയ്യും എന്ന് പറയാം. ഒരു സിറ്റുവേഷൻ എൻഡ് ആവുന്നുണ്ട് അവരുടെ ലൈഫിൽ എന്ന് പറയാം. ഇതിവിടെ ചിലപ്പോൾ എല്ലാവർക്കും റെസിനേറ്റ് ആയി എന്ന് വരില്ല. ഓക്കെ, കുറച്ച് പേർക്കേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അവരെ മനസ്സിൽ അങ്ങനെ ആഗ്രഹിക്കുന്നു എന്നെങ്കിലും പറയാം നമുക്ക്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഒരു സിറ്റുവേഷൻ എൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കാരണം ആ സിറ്റുവേഷനിൽ അവർക്ക് ലോസ് മാത്രമാണ് ഫീൽ ചെയ്യുന്നത്, അവർക്ക് പ്രശ്നങ്ങൾ മാത്രമാണ്, അവിടെ ഒരു സമാധാനമില്ല, സന്തോഷമില്ല എന്ന രീതിയിലൊക്കെ പറയാം. ഓക്കെ, അതൊരു മാരീഡ് സിറ്റുവേഷൻ ആവാൻ സാധ്യതയുണ്ട് കൂടുതലും. വേണമെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷൻ എടുക്കാം ഞാൻ. പക്ഷെ എന്തായാലും അതവിടെ എന്ത് തന്നെ സിറ്റുവേഷൻ ആയാലും, ഓക്കെ, അവർ മാരേജ് ആയാലും അല്ല വേറെ റിലേഷൻഷിപ്പ് ആയാലും, ലൈക്ക് ആ സിറ്റുവേഷനിൽ അവർ ഹാപ്പി ആയിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ അത് അവർ എൻഡിങ് അവിടുന്ന് എൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഓൾറെഡി എൻഡായി, അല്ലെങ്കിൽ ഇപ്പോൾ സിറ്റുവേഷൻ അങ്ങനെ ചില പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നു എന്നും പറയാം. ബേർഡൻ ആയിരുന്നു, യെസ് അതാണ്. ഓക്കെ, ഫുൾ കാർഡ്. ഓക്കെ,
ഒന്നുകൂടി എടുത്തേക്കാം. യെസ് യെസ്, അവിടെ എൻഡിങ് തന്നെയാണ് തീർച്ചയായിട്ടും. അവിടെ ഒരു സിറ്റുവേഷൻ എൻഡിങ് ആണ് എനിക്ക് കാണുന്നത്. മാരീഡ് ആണെങ്കിലും അല്ലെങ്കിലും അവർ റിലേഷൻഷിപ്പിലായിരുന്നെങ്കിൽ ആ റിലേഷൻഷിപ്പ് എൻഡായി പോകുന്ന ഒരു സിറ്റുവേഷനാണ് എനിക്കിവിടെ കാണുന്നത്. ഓക്കെ, അതൊരു ബേർഡൻ ആയിരുന്നു അവർക്ക് എന്ന് പറയാം. അത് അവർക്ക് വളരെയധികം അവരുടെ മേലെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരുന്നു. മീൻസ് റെസ്പോൺസിബിലിറ്റി എന്ന് മാത്രമല്ല, അവർ ആ റിലേഷൻഷിപ്പിൽ അവരൊരുപാട് സഹിച്ചിട്ടുണ്ട് എന്ന് പറയാം. അവരൊരുപാട് സഹിച്ചു. ആൻഡ് പക്ഷെ എന്നിട്ടും അവർക്ക് കിട്ടിയത് നഷ്ടങ്ങളാണ്. അവർക്ക് വിഷമങ്ങളാണ്, ഇമോഷണൽ ലോസസ് ആണ് അവർക്ക് അവിടെ കിട്ടിയത്. അവരവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അതിലൊന്നും അവർക്ക് തിരിച്ച് ഒന്നും കിട്ടിയിട്ടില്ല. ഈവൻ ഫാമിലി ആയാൽ പോലും. ഓക്കെ, ഫാമിലി ആരെങ്കിലും കൺട്രോളിങ് ലേഡീസ് ആരെങ്കിലും വീട്ടിൽ, ലേഡി ആവണമെന്നില്ല, അവരുടെ വീട്ടിൽ അവർ വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ആരെങ്കിലും പേഴ്സൺസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഒരിക്കലും, നിങ്ങളുടെ പേഴ്സണിന് ഒരിക്കലും അവിടെ ഒരു സന്തോഷം കിട്ടിയിട്ടില്ല. അപ്പോൾ ആ സിറ്റുവേഷനിൽ നിന്ന് മാറിപ്പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഫാമിലി ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ടോട്ടലി മാറിപ്പോകുന്നു എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ മാരീഡ് അല്ലെങ്കിൽ വേറെ റിലേഷൻഷിപ്സ് ആവാം. ഓക്കെ, അപ്പോൾ അവിടുന്ന് ആ സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ ലൈഫിൽ ഒരു എൻഡിങ് നടക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. ഇത് എല്ലാവർക്കും ഇന്ന് റെസനേറ്റ് ആവില്ല, എനിക്ക് ഉറപ്പാണ്. ഓക്കെ, അവിടെ പക്ഷേ ബേർഡൻ അനുഭവിച്ചിരുന്നു. ആ ബേർഡനിൽ നിന്ന് അവർ പുറത്തു വരാൻ ശ്രമിക്കുന്നു എന്നാണ്. ആൻഡ് ഫുൾ കാർഡാണ്. സോ അവർ തീർച്ചയായിട്ടും ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട്, ഓക്കെ, അവരുടെ ലൈഫിനെ തന്നെ അവർ മാറ്റാൻ, ഡെത്ത് ഉണ്ട് ഇവിടെ, ടവർ കാർഡ് ഉണ്ട്. സോ അവിടെ ഒരു എൻഡിങ് ചെയ്ത് അവർ മുന്നോട്ട് മൂവ് ഓൺ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. അവരുടെ ലൈഫിലൊരു സിറ്റുവേഷനിൽ ചേഞ്ച് വരുന്നുണ്ട്. ഓക്കെ, ചിലവർ ഡൈവേഴ്സിന് നിൽക്കുന്നുണ്ടെങ്കിൽ അവർ ഡൈവേഴ്സ് ആവും, മുന്നോട്ട് പോകുമെന്ന് പറയാം. അല്ലെങ്കിൽ വേറെ ജസ്റ്റ് റിലേഷൻഷിപ്പ്, വേറെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലോ അതിൽ നിന്നൊരു ബ്രേക്കപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിട്ട് എന്നൊക്കെ പറയാം. ആ രീതിക്കാണ് ഇവിടെ കാർഡ്സ് ക്ലാരിഫൈ ചെയ്യുന്നത്. ആൻഡ് ഇവിടെ കാണുന്നത്, ഇത് നിങ്ങളെക്കുറിച്ചുള്ള ഫീലിങ്സ് ആയിട്ട് പറയാം. നിങ്ങളെ കാണുന്നത് വളരെ ഇൻഡിപെൻഡൻ്റ് ഒരു പേഴ്സൺ ആയിട്ടാണ്. മേ ബി നിങ്ങളായിരിക്കാം അവരെ ഇൻസ്പയർ ചെയ്തത് ഈ ഒരു സിറ്റുവേഷനിലൊരു ഡിസിഷൻ എടുക്കാൻ. കാരണം നിങ്ങൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന കാണുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഉള്ളിൽ ഇമോഷണലി നിങ്ങൾ വളരെ എന്താ പറയുക ഡെലിക്കേറ്റ് പേഴ്സണൊക്കെ ആയിരിക്കാം. പക്ഷേ ഐ തിങ്ക് നിങ്ങൾ പുറമേ നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻസ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ടാവും. കാണിക്കില്ല മീൻസ് നിങ്ങൾ അങ്ങനെയാണ്, നിങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ ലൈഫിനെ. ഓക്കെ, അങ്ങനെ നിങ്ങൾ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഉള്ളിൽ നമ്മൾ എത്ര വിഷമമുണ്ടെങ്കിലും വേദനകളുണ്ടെങ്കിലും പുറമേ ആരും അറിയാതെ നിങ്ങൾ അതിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടാവും. അപ്പോൾ വളരെ ഒരു സ്റ്റേബിൾ പേഴ്സൺ ആണ്. നിങ്ങളെ എന്ന് വെച്ചാൽ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും, നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നൊക്കെ അവർക്ക് തോന്നുന്നുണ്ട്, നിങ്ങളുടെ പേഴ്സണിന് തോന്നുന്നുണ്ടാവും. അപ്പോൾ അവർ നിങ്ങളെ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അവർ തീരുമാനം എടുത്തത്. കാരണം നിങ്ങൾ നിൽക്കുന്ന കാണുമ്പോൾ അവർക്ക് തോന്നുന്നുണ്ട് ഞാനും അതുപോലെ ആവണം എന്നൊക്കെ അവർക്ക് തോന്നുന്നുണ്ടാവാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങളോടുള്ള ഒരു റെസ്പെക്റ്റ് ഒക്കെയാണ് ഇവിടെ കാണുന്നത്. ആൻഡ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഓപ്ഷനായിട്ട് ആലോചിക്കുന്നുണ്ട്. അതായത് അവർ ഈ സിറ്റുവേഷനിൽ നിന്ന് മാറിയാൽ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന രീതിയിൽ അവരുടെ മനസ്സിലുണ്ട്. ഓക്കെ, ബാലൻസ് ചെയ്യണം, നിങ്ങളുമായിട്ടൊരു ബാലൻസിൽ വരണം എന്നവർ ആലോചിക്കുന്നുണ്ട്. പക്ഷേ യെസ്, ഇപ്പോൾ അവർ ലേശം ഒരു സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു ഒരു ഇതായിരിക്കാം. കാരണം 5 of Cups 4 of Cups ഒക്കെയാണ്. കാരണം ഒരു സിറ്റുവേഷൻ അങ്ങനെ എൻഡ് ആകുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ഡൈവേഴ്സോ അങ്ങനത്തെ വല്ല കാര്യമൊക്കെ ആണെങ്കിൽ അവിടെ കുറച്ചൊരു മാനസികമായിട്ട് അവർ വിഷമം ഉണ്ടാവും അല്ലേ. അല്ലെങ്കിലും ഇത് ഡിസിഷൻ ആയോ എന്നറിയില്ല, അല്ലെങ്കിൽ ആവാനുള്ള ഒരു പ്രോസസ്സിലായിരിക്കാം അവരവിടുന്ന് വിട്ടുമാറാൻ, ആ പേഴ്സൻ്റെ അടുത്ത് വിട്ടുമാറാൻ ശ്രമിക്കുന്നുണ്ടാവാം, ആ റിലേഷൻഷിപ്പിൽ നിന്ന് മാറാൻ ശ്രമിക്കുന്നുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ സ്റ്റക്കായിരിക്കും. ഓക്കെ, നിങ്ങളുടെ കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് മൂവ് ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ ഒരു പോസിറ്റീവ് നമുക്ക് ഔട്ട്കം ഉണ്ട്. ആൻഡ് ഇവിടെയും ഒക്കെ നോക്കുമ്പോൾ നമുക്ക് പോസിറ്റീവ് ഔട്ട്കംസ് ഉണ്ടായിരുന്നു. നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ചില എൻഡിങ്സ് അവർ ഈ ഒരു ബേർഡൻ ക്യാരി ചെയ്ത് അവർ താഴെ ഇടും എന്നാണ് കാണുന്നത്. ഓക്കെ, അവരതിനെ താഴെ ഇട്ടിട്ട് ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് അവർ ഇറങ്ങും എന്ന് കാണുന്നുണ്ട്. ആൻഡ് പുതിയ ബിഗിനിങ്ങിൽ ഇവിടെ നിങ്ങളോട് ഒരു 9 of Pentacles വരുമ്പോൾ കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയാം. ഓക്കെ, നിങ്ങളുടെ അടുത്തേക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് എന്ന രീതിയിൽ അവർ ചിന്തിക്കാനുള്ള സാധ്യതയാണ്. എന്തൊക്കെ ജസ്റ്റ് ക്ലാരിഫിക്കേഷൻ കാർഡ്സ് എടുത്താണ്. അവരുടെ ട്രൂ ഇൻറ്റൻഷൻ അല്ലേ നമ്മൾ നോക്കുന്നത് അല്ലേ. അവരുടെ ട്രൂ ഇൻറ്റൻഷൻ ഇപ്പോൾ അവർ ശരിക്കും വേറെ ഏതെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിൽ അത് എൻഡ് ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന രീതിയിലാണ് അവിടെ എനിക്ക് കാണുന്നത്. അതാണ് അവരുടെ ട്രൂ ഇൻറ്റൻഷൻ. ഓക്കെ, അവരെന്തെങ്കിലും സിറ്റുവേഷനിലാണെങ്കിൽ, ആ സിറ്റുവേഷനിൽ സ്റ്റക്ക് ആണെങ്കിൽ അതിൽ നിന്ന് പുറത്ത് വന്ന് അവർ കട്ടൗട്ട് ചെയ്ത് അവരുടെ ലൈഫിൽ പക്ഷെ അത് വളരെ ടവർ മൊമെൻറ്റ്സ് ഒക്കെയാണ്. എന്ന് വെച്ചാൽ അവിടെ ശരിക്കും പ്രശ്നങ്ങളായിട്ട് തന്നെ നടക്കും, അത്ര എളുപ്പത്തിലല്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, ഒരു മനുഷ്യൻ്റെ നമ്മൾ ഫീലിങ്സ് മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെ ചില കാര്യങ്ങൾ ഗോ ത്രൂ ചെയ്യുമ്പോൾ എളുപ്പമല്ല അല്ലേ. എന്താ പറയുക,
മറ്റുള്ളവർ ചോദിക്കും, ഫാമിലി ചോദിക്കും, പുറമേ ഉള്ളവർ ചോദിക്കും, എന്താ സംഭവം എന്ന് പറയും, ഇതിനെക്കുറിച്ച് കുറേ ഡിസ്കഷൻ വരും, ഓരോരുത്തരുടെ മുമ്പിൽ അവർ ഉത്തരം കൊടുക്കേണ്ടി വരും, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഗോ ത്രൂ ചെയ്യുന്ന ഒരു വ്യക്തി അവർ മാനസികമായിട്ട്, അല്ലെങ്കിൽ എന്ത് തന്നെയായാലും ഓക്കെ, അവിടെ പ്രശ്നങ്ങളാണ് എന്നെടുത്തോളൂ നിങ്ങൾ. ഓക്കെ, നിങ്ങളുടെ അവർ ലൈഫിൽ വേറെ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതിൽ ചില പ്രശ്നങ്ങളാണ് എന്നെടുത്തോളൂ. അപ്പോഴും അവർ മാനസികമായിട്ട് ഒന്നിലും ഒരു താല്പര്യം അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്ന് റൊമാൻറ്റിക് ഒന്നും ആവാനുള്ള താല്പര്യം അവർക്ക് ഉണ്ടാവില്ല. പക്ഷേ മനസ്സിൽ അവരുടെ ഇൻറ്റൻഷൻ അത് വിട്ടുമാറി വന്ന് നിങ്ങളുടെ അടുത്തേക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് തരണം എന്നൊരു ഇവിടെ ഹെൽഫൻഡ് ഉണ്ടായിരുന്നു, തേർഡ് പാർട്ടി. മൂവിങ് ഓൺ. ഞാൻ വേറെ കാർഡ്സ് എടുക്കേണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും പക്ഷേ ഒന്നുകൂടി ചെക്ക് ചെയ്യാം. നിങ്ങളുടെ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ, ട്രൂ ഇൻറ്റൻഷൻ്റെ ഒരു ഫൈനൽ നമുക്ക് എന്താണ് നോക്കാം. ഏസ് ഓഫ് പെന്റക്കിൾസ്, 9 of cups, ഓക്കെ, പേജ് ഓഫ് കപ്സ് ആൻഡ് പേജ് ഓഫ് വാൻഡ്സ്. യെസ്, അവരൊരു തീരുമാനം എടുക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അവരൊരു തീരുമാനം എടുത്ത് അവരൊരു സ്ട്രെങ്ത് വെച്ച് നിങ്ങളുടെ അടുത്താണ് അവർക്ക് ഫീലിങ്സ് ഉള്ളത്. അപ്പോൾ അവർ എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വരണം, ഒരു തീരുമാനം എടുത്ത് അവർ ആ വേറെ ഏതെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിൽ അത് എൻഡ് ചെയ്ത്, ഓക്കെ, ഫാമിലിയുടെ തടസ്സങ്ങളാണെങ്കിൽ അത് ഓവർകം ചെയ്ത് അവിടെ അവർ ഫാമിലിയെ തടസ്സങ്ങളൊക്കെ മാറ്റി, അതിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ വരും, അങ്ങനെ അത് മാറ്റാൻ ശ്രമിക്കുമ്പോൾ അവിടെ പ്രോബ്ലംസ് വരും, അതെല്ലാം ഓവർകം ചെയ്ത് നിങ്ങൾക്കൊരു ഓഫർ തരണം എന്നാണ്, കമ്മിറ്റ്മെൻറ്റ് തരണം എന്നാണ്. നിങ്ങളുടെ അടുത്തൊരു ഫ്യൂച്ചർ, അവർ നല്ലൊരു ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുന്നു, ഒരു സ്വപ്നം കാണുന്നു. ഓക്കെ, അവരൊരു ആഗ്രഹമാണ് എന്ന് പറയാം. പേജ് ഓഫ് കപ്സ് ഉണ്ട്. നിങ്ങളുടെ അടുത്ത് ഫീലിങ്സ് പറയാനും എക്സ്പ്രസ് ചെയ്യാനും നിങ്ങളുമായിട്ട് കമ്മിറ്റ്മെൻ്റ് ആണ്. ഏസ് ഓഫ് പെന്റക്കിൾസ് വന്നു കഴിഞ്ഞാൽ കമ്മിറ്റ്മെൻ്റ് കാര്യമാണ് പറയുന്നത്. സോ അവരാഗ്രഹം നിങ്ങളുമായിട്ടൊരു മാരേജ് അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ എന്ന രീതിക്ക് അവർ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഇൻറ്റൻഷൻ നല്ലതാണ്. തേർഡ് പാർട്ടി അങ്ങനെ ആരെങ്കിലും ഉണ്ട്, വേറെ ആരെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അതിനെയൊക്കെ ഓവർകം ചെയ്ത് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ആഗ്രഹിക്കുന്നത്. അവരുടെ ഇൻറ്റൻഷൻ അതാണ്. അവർ ഇങ്ങനൊരു ആ സിറ്റുവേഷൻ വിട്ടുമാറി നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നാണ് അവരുടെ. ഓക്കെ, സോ വളരെ ക്ലിയർ ഇൻറ്റൻഷനാണ്, നല്ല സ്ട്രോങ് ആയിട്ടാണ് ആക്ച്വലി കാണുന്നത്. ചിലവർക്ക് ഇപ്പോൾ ഓൾറെഡി സിറ്റുവേഷൻസ് നടക്കുന്നുണ്ടാവാം, അവിടെ പ്രോബ്ലംസും കാര്യങ്ങളും ഉണ്ടാവാം. അതൊക്കെ ഒന്ന് മാറി ശരിയായിട്ട് വേണം അവർ വരാൻ. ഓക്കെ, അപ്പോൾ തൽക്കാലം നിങ്ങളൊന്ന് സമാധാനമായിട്ടിരിക്കാം. എനിക്ക് അവരുടെ ഇൻറ്റൻഷൻ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട. ഐ തിങ്ക് ഇവിടെ വളരെ കമ്മിറ്റഡ് ആയിട്ടാണ് എനിക്ക് കാണുന്നത് നിങ്ങളോട്. അവർ അതിന് വേണ്ടത് അവർ സ്റ്റെപ്സ് എടുക്കും ചെയ്യും എന്നാണ് കാണുന്നത്. ഓക്കെ, സോ നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ. ട്രൂ ഇൻറ്റൻഷൻസ് ആണ്, നല്ല ഇൻറ്റൻഷനാണ് കാണുന്നത് ഇവിടെ. ഓക്കെ, നമുക്ക് ഒറക്കിൾ മെസ്സേജസ് കൂടി നോക്കാം. കറേജ്, സ്ട്രെങ്ത്തിൻ്റെ കാർഡ് നേരത്തെ കണ്ടു നമ്മൾ. പോസിബിലിറ്റീസ്, യെസ്, ഗുഡ്. ബ്രേക്ക് ത്രൂ, അവയർനെസ്, മെച്യൂരിറ്റി, കോൺഷ്യസ്നസ്, പ്ലേഫുൾനെസ്. നമ്മുടെ പേജ് ഓഫ് വോൺസ് ഉണ്ടായിരുന്നു നേരത്തെ. The master, celebration and past lives. Okay, സ്ട്രെസ് കാണുന്നുണ്ട് കണ്ടോ, സക്സസ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ സ്ട്രെസ്സിലാണ്. ഓക്കെ, നമ്മൾ കണ്ടത് ഓൾറെഡി അവർ കുറേ കാര്യങ്ങളെ ജഗിൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. 7 of Cups നമ്മൾ കണ്ടു. അവരുടെ ലൈഫിൽ കുറേ കാര്യങ്ങളുണ്ട്, അവരതിനേക്ക് ഒന്ന് ബെറ്റർ ആക്കി എടുക്കാൻ ശ്രമിക്കുകയാണ്. ഓപ്ഷൻസിൽ ഏതാ വേണ്ടത് എന്നൊക്കെ ഉള്ളത് അവർ ആലോചനയിൽ അവർ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കുകയാണ്. കറേജ് ഉണ്ട് ഇവിടെ. സോ നിങ്ങളുടെ പേഴ്സൺ അവരുടെ സ്ട്രെങ്ത് ഗെയിൻ ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു കറേജ് വെച്ചിട്ട് അവർ മുന്നോട്ട് വരാൻ അവർ ശ്രമിക്കുന്നുണ്ട്. പോസിബിലിറ്റീസിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. എന്താണ് ഇതിൽ സിറ്റുവേഷനിൽ ചെയ്യാൻ പറ്റുക എന്ന് അവർ ആലോചിക്കുന്നുണ്ട്. അവരതിന് വേണ്ട ആക്ഷൻ എടുക്കാൻ തയ്യാറാവുന്നുണ്ട് എന്ന് പറയാം. ബ്രേക്ക് ത്രൂ, യെസ്, അവർ ശ്രമിക്കുമ്പോൾ ഈ പോസിബിലിറ്റീസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ കുറച്ച് കറേജ് അവർക്ക് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു ബ്രേക്ക് ത്രൂ വരും. നമ്മുടെ ടവർ മൊമെൻറ്റ് കൂടിയാണിത്. പക്ഷേ ടവർ മൊമെൻറ്റ് എന്ന് പറയുമ്പോൾ ചില തകർച്ചകൾ ഉണ്ടാവും എന്ന് പറയാം. പക്ഷെ അവർ പുതിയ തുടക്കത്തിനുള്ള വഴി കൂടിയാണത്. ആൻഡ് അവയർനെസ് ആൻഡ് മാസ്റ്റർ ആൻഡ് കോൺഷ്യസ്, ഇത് മൂന്നും പറയുന്നത് ഇവിടെ ആക്ച്വലി നമ്മുടെ യൂണിവേഴ്സിൻ്റെ ഇടപെടലാണ്. ഈ കാര്യത്തിൽ, ഈ സിറ്റുവേഷനിൽ യൂണിവേഴ്സിൻ്റെ ഒരു ഇടപെടലുണ്ടാവും. യൂണിവേഴ്സ് അവർക്ക് അവയർനെസ് കൊണ്ടുവരും. അവരെ മനസ്സിൽ ഏതാണ് അവർക്ക് വേണ്ടത്, ഏതാണ് അവരുടെ ലൈഫിലേക്ക് നല്ലത്, എന്താണ് അവർ ആക്ഷൻ എടുക്കേണ്ടത് എന്നൊക്കെ യൂണിവേഴ്സ് അവർക്ക് കാണിച്ചു കൊടുക്കും എന്ന് പറയാം. കോൺഷ്യസ്നെസ് എന്ന് പറയുന്നുണ്ട്. അതും ഐ തിങ്ക് അവർക്കൊരു മനസ്സിലാവുന്നതാണ്. ചില മനസ്സിലാക്കൽ എന്ന് പറയില്ലേ, അണ്ടർസ്റ്റാൻഡിങ് വരാം.
ആൻഡ് ഇവിടെ മെച്യൂരിറ്റി, യെസ്, അവർ കുറച്ചുകൂടി മെച്യൂർഡായിട്ട് ആക്ഷൻ എടുക്കാൻ അവർ തയ്യാറാവും. ഓക്കെ, അവർ പേടിച്ചൊക്കെ നിന്നിരുന്നെങ്കിൽ, അതായത് സൊസൈറ്റി എന്ത് പറയും, മറ്റുള്ളവർ എന്ത് പറയും, ഈ സിറ്റുവേഷനിൽ ഞാൻ എങ്ങനെയാണ് മാറുക, അങ്ങനെ ഇങ്ങനെ എൻ്റെ മേലെ റെസ്പോൺസിബിലിറ്റി അല്ലേ എന്നൊക്കെ ആലോചിച്ച് അവർ നിന്നിട്ടുണ്ടെങ്കിൽ അവർ ഒരു മെച്യൂരിറ്റി കൊണ്ടുവന്ന്, സ്ട്രെങ്ത് കൊണ്ടുവന്ന് അവർ അതിൽ നിന്ന് വിട്ടുമാറി, അവർക്ക് നല്ലതല്ലാത്ത സിറ്റുവേഷൻ അവർക്ക് മനസ്സിലാവും. അപ്പോൾ അത് മനസ്സിലാക്കി അവർ അതിൽ നിന്ന് മാറാൻ ശ്രമിക്കും. ഓക്കെ, ആൻഡ് പ്ലേഫുൾനെസ് ഉണ്ട്. നമ്മുടെ നേരത്തെ വന്ന പേജ് ഓഫ് വോൺസ് ഒക്കെ ആയിരുന്നു, പേജ് ഓഫ് കപ്സ്, പേജ് ഓഫ് വോൺസ്. നിങ്ങൾ തമ്മിൽ ഒരു വളരെ ലൈറ്റ് മൊമെൻറ്റ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ. ഓക്കെ, കാരണം ഓൾറെഡി അവർ ഒരുപാട് സ്ട്രെസ്സിലാണ്, അവരുടെ ലൈഫിൽ ചില വലിയ വലിയ കാര്യങ്ങൾ നടക്കുകയാണ്. സോ നിങ്ങളൊരല്പം ഓക്കെ അവരോട് സംസാരിക്കുമ്പോഴോ അവസരം വരുമ്പോൾ നിങ്ങളൊന്നധികം സ്ട്രെസ്സ് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. എന്താ ഈ കാര്യങ്ങൾ, മുന്നോട്ടായോ, ഇനി എപ്പോഴാണ് നമ്മുടെ മാറ്റം വരിക എന്നുള്ളത് നിങ്ങൾ ചോദിച്ച് അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. ഓക്കെ, കുറച്ച് അവർക്ക് സമാധാനം കൊടുക്കുക. വേറൊന്നുമല്ല, അവർ കാര്യങ്ങൾ ഡീൽ ചെയ്യട്ടെ, നമുക്കറിയാം അവർ ഡീൽ ചെയ്യുന്നുണ്ട് അല്ലേ. സോ അതുകൊണ്ട് നിങ്ങൾ തൽക്കാലം ഒന്ന് സമാധാനമായിട്ടിരിക്കുക. ആൻഡ് ദ മാസ്റ്റേഴ്സ്, യൂണിവേഴ്സിന് എല്ലാത്തിനും ഒരു പ്ലാൻ ഉണ്ട്. യൂണിവേഴ്സ് എല്ലാം കാണുന്നുണ്ട്, എല്ലാം മനസ്സിലാക്കുന്നുണ്ട്, ഒരു പ്ലാൻ യൂണിവേഴ്സിൻ്റെ ഉണ്ട്. ഡിവൈൻ ടൈമിംഗ് എന്നൊക്കെ എടുക്കാം നമുക്ക്. ഡിവൈൻ ടൈമിങ്ങിലെല്ലാം ശരിയാവും എന്ന് നമുക്ക് എടുക്കാം. ഓക്കെ, ബ്രേക്ക് ത്രൂ ആൻഡ് ദ മാസ്റ്റർ. യൂണിവേഴ്സ് ടവർ മൊമെൻറ്റ് കൊണ്ടുവരുമെന്ന് പറയാറുണ്ട് അല്ലേ. നിങ്ങൾ അവരായിട്ടൊരു തീരുമാനം എടുത്ത് മാറിയില്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് അവിടെ ചിലത് ചെയ്യും. ഓക്കെ, ആൻഡ് സെലിബ്രേഷൻ, നിങ്ങൾ തമ്മിലൊരു ഹാപ്പി ടൈംസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, സെലിബ്രേഷൻ എക്സ്പെക്ട് ചെയ്യാം, സന്തോഷമായ സമയങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ആൻഡ് പാസ്റ്റ് ലൈഫ്സ് ആണ് ഇത്. നിങ്ങൾ എവിടെയോ പാസ്റ്റ് ലൈഫ് കണക്റ്റഡ് ആണ് നിങ്ങൾ, അതുകൊണ്ടാണ് നിങ്ങൾ തമ്മിലും വിട്ടുപിരിയാനൊക്കെ പറ്റാത്തത്. അപ്പോൾ ആ പേഴ്സൺ, നിങ്ങളുടെ പേഴ്സണും അത് മനസ്സിലാക്കുമെന്ന് പറയാം. ഓക്കെ, ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് നിങ്ങൾ തമ്മിൽ, അതുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ ഇത്ര ഒരു ബോണ്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, സോ എവിടേക്കോ നിങ്ങൾ തമ്മിലൊരു ബന്ധം സ്ട്രോങ് ആണ് എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് ഗ്രോ ചെയ്യും. തീർച്ചയായിട്ടും ആക്ച്വലി ഈ ഒരു പിക്ചർ കണ്ടപ്പോൾ എനിക്ക് അതും തോന്നി, നിങ്ങൾ തമ്മിലുള്ളതൊരു ഗ്രോത്ത് കാണും. ഓക്കെ, അവർ പക്ഷേ ഡീൽ ചെയ്ത് വരട്ടെ, അവരെ കാര്യങ്ങളൊന്നും സിറ്റുവേഷനൊക്കെ ഒന്ന് ശരിയാക്കട്ടെ. തേർഡ് പാർട്ടി ഇപ്പോൾ ഫാമിലി ആണെങ്കിൽ ഫാമിലിയെ പറഞ്ഞ് മനസ്സിലാക്കി കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനായാലും എന്തിനായാലും കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുത്ത് ഇപ്പോൾ അവർ ഐ തിങ്ക് ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലാണ്. അവർക്ക് ലേശം സമയം കൊടുക്കുക. ഓക്കെ, പക്ഷേ പോസിറ്റീവായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഗ്രോത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഞാൻ എന്നും പറയുന്ന കാര്യമാണ്, നിങ്ങളത് വെയിറ്റ് ചെയ്തിരുന്ന കരഞ്ഞുകൊണ്ടിരിക്കാനല്ല. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഗ്രോത്തിലേക്ക് നിങ്ങൾ കൂടി കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, സോ അതൊക്കെയാണ് ഇന്നത്തെ മെസ്സേജ്. നിങ്ങളുടെ പേഴ്സണൽ ഇൻറ്റൻഷൻ വളരെ നല്ലതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുക ദൈവത്തിനോട് അങ്ങനെ തന്നെ ആയിരിക്കാൻ. ഓക്കെ, ഈ പറഞ്ഞതെല്ലാം അങ്ങനെ തന്നെ വരട്ടെ എന്ന് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കൂ. സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.